ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വെറും മാസ്ക് മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് ആനിമേഷൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അതായത് നമ്മൾ പ്രത്യേകിച്ച് എഫക്ട്സ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് അതിലേക്ക് എഫക്ട്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാനും പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ വെച്ചുകൊണ്ട് നമുക്കൊരു ആനിമേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് നോർമൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ടെക്സ്റ്റ് നമുക്ക് കൊണ്ടുവരാം. പിന്നെ ഞാൻ ടൈപ്പ് ടൂൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ഒരു ടെക്സ്റ്റ് കൊണ്ടുവരാണ്. ജസ്റ്റ് ഞാൻ ടെക്സ്റ്റ് എന്ന് തന്നെ കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ടെക്സ്റ്റ് എന്ന് കൊടുത്തു. സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ സൈസ് കുറച്ചുകൂടി ഒന്ന് കൂട്ടി കൊടുക്കാം. ഓക്കെ, ഞാൻ ഏകദേശം ഇങ്ങനെ കൂട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ബോൾഡ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഞാൻ സെൻറ്ററിലേക്ക് അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് കുറച്ച് മാസ്കുകൾ കൊടുക്കണം. മാസ്ക് കൊടുക്കാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. നമുക്ക് ഷേപ്പ് ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാസ്കുകൾ കൊടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ മാസ്ക് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം എന്താണ്, നമ്മൾ ആദ്യം ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം വേണം എന്ത് ചെയ്യാനായിട്ട്, നമ്മൾ ഈ ഒരു എലിപ്സ് ടൂൾ യൂസ് ചെയ്തിട്ട് മാസ്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ മാത്രമേ അത് മാസ്ക് ആയി വരികയുള്ളൂ. അല്ലെങ്കിൽ ഈ ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഷേപ്പായിട്ടായിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെയൊക്കെ കുറച്ചൊരു ജസ്റ്റ് ഇതുപോലൊക്കെ കൊടുക്കുകയാണ്. ഓക്കെ, ഇതുപോലെ ഒരു 5-6 എണ്ണം ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ താഴെ ഒരു 3 എണ്ണം കൊടുത്തു. അതുപോലെ മുകളിലും എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒരു 3 എണ്ണം കൊടുക്കുകയാണ്. ഓക്കെ, ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഞാനൊരു 6 എണ്ണം ഞാൻ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ആനിമേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനായിട്ട് വളരെ എളുപ്പമാണ്. നമുക്ക് ഈ 6 മാസ്കുകളും ആദ്യം ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്യാൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് 6 എണ്ണം അറ്റ് എ ടൈം നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഇതിൽ ഏതിലെങ്കിലും ഒന്നിൽ പോയിട്ട് മാസ്ക് എക്സ്പാൻഷൻ കൊടുക്കണം. അപ്പോൾ ഏതിലെങ്കിലും ഒന്നിന് കൊടുത്താൽ എല്ലാത്തിനും അത് ബാധകമാണ്, കാരണം നമ്മൾ എല്ലാ മാസ്കും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് മാസ്ക് എക്സ്പാൻഷൻ ഒന്ന് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കീ ഫ്രെയിം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് നെഗറ്റീവ് ആക്കി കൊടുക്കാം, അതായത് മൈനസ് ആക്കി കൊടുക്കാം. ഏകദേശം ഇത്ര ലെവലിൽ, ഈ ഒരു ലെവലിൽ ഞാൻ വെക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ലെവലിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഇങ്ങോട്ട് വന്നതിന് ശേഷം ജസ്റ്റ് ഈ ഒരു സ്ഥലത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതൊന്ന് കൂട്ടി കൊടുക്കാം. ഓക്കെ, ഞാൻ ഏകദേശം ഒരു 3.1 വെച്ചിട്ട് നമ്മളൊരു പുതിയൊരു കീ ഫ്രെയിം കൂടി അവിടെ കൊടുക്കുകയാണ്. അത് ഞാൻ ടോട്ടൽ 100 ഒരു 70 ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഈ ഒരു രൂപത്തിൽ ആനിമേറ്റഡ് ആയി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു മാസ്ക് മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആനിമേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കിയപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇത് പെട്ടെന്ന് ഇങ്ങനെ സ്ലോ ആയി അത് ഫോം ചെയ്ത് വരികയാണ്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നമുക്ക് ECS യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഇത് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കീ ഫ്രെയിം അസിസ്റ്റൻറ്റിൽ ECS കൊടുക്കുകയാണ്. ഓക്കെ, ECS കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇനി പ്ലേ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സ്മൂത്തായി വന്നിട്ടുണ്ടാവും. ഓക്കെ, സ്ലോലി ഇങ്ങനെ നിന്ന് പോകുന്നുണ്ടാവും. നമ്മൾ ECS ഓൾറെഡി പഠിച്ചതാണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു മാസ്ക് മാത്രം യൂസ് ചെയ്തിട്ട് പല ആനിമേഷനും ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ എഡ്ജസ് കറക്റ്റ് ആക്കാനായിട്ട് ഈ ഓരോ ഷാർപ്പായിട്ടുള്ള എഡ്ജസ് കറക്റ്റ് ആക്കാനായിട്ട് മാസ്ക് ഫെദർ ഉണ്ടല്ലോ, അത് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്പ്രെഡ് ആയ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും. ഇത് മാത്രമല്ല കേട്ടോ, ഇതിന് വേണമെങ്കിൽ നമുക്കിപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന ആ റഫ് ആൻഡ് എഡ്ജസ് ഉണ്ടല്ലോ, അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി പഠിച്ചതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, എഫക്ട്സിൽ വന്നിട്ട് ജസ്റ്റ് നമ്മൾ റഫന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. റഫ് ആൻഡ് എഡ്ജസ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, അത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഇതൊന്ന് ഇതിലേക്ക് കൊണ്ടുവരാണ്. അതിനുശേഷം നമുക്ക് ഇതിലിപ്പം ഈ കോംപ്ലക്സിറ്റി ഉണ്ടല്ലോ, ഈ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഇത് ജസ്റ്റ് കൂട്ടി കൊടുത്താലും നമുക്കിതിൻ്റെ എഡ്ജസ് കുറച്ചുകൂടി നമുക്ക് റഫാക്കി മാറ്റാൻ പറ്റും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ ഇങ്ങനെയല്ല ഉള്ളത്. ഇനി ഞാൻ ജസ്റ്റ് ഈ കോംപ്ലക്സിറ്റി ഒന്ന് കൂട്ടി കൊടുക്കുകയാണ് ചെറിയ രീതിയിൽ. അപ്പോൾ അത് നിങ്ങൾ കണ്ടോ, കുറച്ചുകൂടി റഫായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് പല രൂപത്തിൽ നമുക്ക് ആനിമേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഞാൻ ജസ്റ്റ് ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ചുകൂടിയും ഒരു നല്ലൊരു എഫക്റ്റിലേക്ക് ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ എഡ്ജസ് ഒക്കെ റഫ് ആക്കിയിട്ട് ആനിമേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഫെദർ ഫെദർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ എഡ്ജസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതുപോലെ ഇതിന് നമുക്ക് ഔട്ടും സെറ്റ് ചെയ്യാൻ പറ്റും. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അതായത് ഇന്ന് സെറ്റ് ചെയ്തതുപോലെ തന്നെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഔട്ടും സെറ്റ് ചെയ്യാൻ പറ്റും. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ.
ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വേറെ 1-2 എഫക്ട്സ് കാര്യങ്ങളൊക്കെ നോക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.